കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം ആടാനും പാടാനിന്നിപ്പാരാണ് ചിലമ്പിട്ട് കളിക്കണ ഒരാളൊന്നില്ലാട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള പ്രശസ്ത നാടൻപാട്ടുകാരൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനം ശ്രീ സുനിൽ കണ്ണനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയി വരാം. ഹായ് സുനിൽ. ഹായ്, നമസ്കാരം രക്ഷേട്ടാ. എന്തുണ്ട് വിശേഷം? എന്തിപ്പോ ഓണറല്ലേ, അവിടെ ഇങ്ങനെ ഓണമെല്ലാം കഴിഞ്ഞ് അപ്പോൾ കുറച്ച് പരിപാടിക്ക് പോകണം. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം? ഓണം പിന്നെ കുഴപ്പമില്ല, ഗംഭീരം. പിന്നെ നമ്മുടെ നാട്ടിലങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഓണാഘോഷം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അങ്ങനെ പോകാനുള്ളൊരു പിന്നെ പരിപാടികളുണ്ട്. അത്യാവശ്യം പ്രോഗ്രാമും തിരക്കെല്ലായിട്ട് പോകുന്നു. ഓണത്തിന്റെ പരിപാടി തിരക്കാണ് ഇപ്പൊ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അല്ല പിന്നെ നമുക്കെല്ലാം പങ്കുവെക്കാം. നമുക്ക് എന്തായാലും കുറെ നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനി ഈ ചാനലിലൂടെ കുറച്ച് ആൾക്കാർ നമ്മളെ കുറിച്ച് ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ കുറച്ച് അറിയപ്പെടും. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേരിൽ സന്തോഷം അറിയിക്കുന്നു. തീർച്ചയായും അങ്ങോട്ടും ചാനലിനും എൻ്റെ ജനഷേട്ടനും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. ഓണപ്പാട്ട് പാടിയിട്ട് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആയിക്കോട്ടെ, തീർച്ചയായും. എന്തായാലും ഓണമല്ല, നമുക്ക് ഓണം ആഘോഷിക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ഒരു കുറച്ച് ദിവസമായിട്ട് ഒരു ആൽബം പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ അതിലൊരു ഓണപ്പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ചിങ്ങവെയിലിന്നോരത്ത് ചാഞ്ഞു നിൽക്കണ കൊമ്പത്ത് ചെറുവാലൻ കിളികൾ പാടി നല്ലോണപ്പാട്ട്. പുഞ്ചവെയിലിനറ്റത്ത് പൂപ്പറിക്കണ നേരത്ത് പറയാതെ അരികത്തെത്തി പൂത്തുമ്പി പെണ്ണ്. മലയാളക്കരയാകെ പൊന്നോണക്കാറ്റ് ചൊല്ലു കതിരാടും മോഹപ്പാടും കണ്ടു കൊതിച്ചാണോ. വളരെ നന്നായിട്ടുണ്ട്, താങ്ക് യു. പിന്നെ ഈ പാട്ട് നമ്മളെ നാട്ടുകാരും കൂടെ ജയകാർത്തി ജയകാർത്താണ് ഈ പാട്ടിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിനുള്ളൊരു കൂടെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ വലിയ കലാപാരമ്പര്യമാണ്, അതായത് വലിയ കലാകാരന്മാരില്ലാത്ത നമ്മുടെ ഈ ചെറിയ നാട്ടിൽ നിന്ന് ഈ ലോകം അറിയപ്പെടുന്ന നാടൻ പാട്ട് കലാകാരൻ എന്ന രീതിയിലേക്ക് സുനിൽ കണ്ണൻ വളർന്നത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഒന്ന് പറയാം. പിന്നെ നാടൻ പാട്ട് മേഖല എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് മുതൽ സ്കൂൾ കലോത്സവം, പിന്നെ അതിന് മുമ്പ് ഞാൻ പഠിച്ചത് AP സ്കൂൾ പ്ലാച്ചിക്കലാണ് എൻ്റെ പിന്നെ UP വരെയുള്ള പഠനം ഉണ്ടായത്. അപ്പോൾ അവിടെ മുതലേ ഇങ്ങനെ പാട്ടും പാടും, സിനിമ പാട്ടും ലളിതാനുള്ള പാടലുണ്ട്, മിമിക്രി, ആംഗ്യപാട്ടുള്ള മെയിൻ സാധനം കൂടെ പണ്ടത്തെ. അപ്പം അങ്ങനെ മാത്രമല്ല, പിന്നെ ഈ പാട്ട് പാടാൻ ഒരു പ്രചോദനം എന്ന് പറയുമ്പോൾ പിന്നെ അച്ഛൻ ചെറുതായിട്ട് പാടും. അപ്പോൾ അച്ഛൻ്റെ കഴിവാണ്. അതെ. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടെ ചെറിയൊരു കഴിവ് കിട്ടി. അതെ, അപ്പോൾ അച്ഛൻ ഓരോ പാട്ട് പാടുമ്പോൾ നമുക്ക് കേൾക്കും. അങ്ങനെ കുറച്ച് പാട്ട് ഞാനിങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് പിന്നെ ബാക്കി എല്ലാവരും പിന്നെ ഫാമിലിയിൽ പിന്നെ അമ്മേൻ്റെ ചേട്ടന്മാരുണ്ട്, അവരെല്ലാവരും ചേട്ടൻ മക്കളെല്ലാവരും പാടുന്ന കലാകാരന്മാരാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കഴിവ് ഇറങ്ങി കിട്ടി. നാടൻപാട്ട് കല എന്ന് പറയുന്ന വലിയൊരു രംഗത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതാരാണ്, അല്ലെങ്കിൽ അതിന് ഗുരു, അല്ലെങ്കിൽ അതിന് തുടക്കം എവിടെ നിന്നായിരുന്നു? നാടൻപാട്ടിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു നാടൻപാട്ട് വേദിയിൽ പാടാൻ പോകുന്നത് ഞാൻ IT പഠിക്കുമ്പോൾ ഒരു ജിഷ ടീച്ചറുണ്ടായി, നീലശരത്ത. അത് ആദ്യത്തെ ഒരു വേദി എന്ന് പറയുമ്പോൾ ഞാനത് ചെണ്ട വായിക്കാൻ പോയതാണ്, പാട്ടല്ല ചെണ്ട വായിക്കാറുണ്ട്. അവരുടെ നാടൻപാട്ട് ടീമിൽ കോയാമ്പറ എന്ന സ്ഥലത്ത് ആദ്യ പരിപാടി ഉണ്ടായിരുന്നു. 2006 പരിപാടി ഉണ്ടായി. പിന്നെ അതിന് ശേഷം അത്യാവശ്യം ഇങ്ങനെ 1-2 പാട്ട് ഇങ്ങനെ അവരുടെ കൂടെ തന്നെ ചെയ്തു. പിന്നെ ഈ ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് നാടൻപാട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ മറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ചെറിയ പാട്ടിന് നോട്ട്സ്, അങ്ങനത്തെ നാടൻപാട്ടിന് അങ്ങനത്തെ ചെറിയൊരു കുടുക്ക് സാധനങ്ങൾ, അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടെ ഷിംജിത്ത് ബംഗളം. അദ്ദേഹമാണ്. പിന്നെ അവിടുന്ന് മാറി ഓരോ ടീമിലേക്ക് ഇങ്ങനെ എല്ലാം വിളിക്കാൻ പോകുന്ന പപ്പൻ മാതമംഗലം എന്നൊരു മാഷ് പരിപാടിയെ കുറിച്ച് അവരെ കൂടെ ചെയ്തു.
ആ പിന്നെ അത്യാവശ്യം പാടാൻ ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല. മാറി മാറി മാറി. ആ സമയത്തൊക്കെ വീട്ടുകാരുടെയും നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രോത്സാഹനം, സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരെ എന്ന് പറഞ്ഞാൽ ആ പഠിക്കുന്ന സമയമല്ലേ, ആ പഠിത്ത ക്ലാസ്സെല്ലാം കട്ടാക്കി പോകുമ്പോൾ പറയും പിന്നെ ഇങ്ങനെ പാടിക്കൊണ്ട് കളിച്ചോണ്ട് നടന്നാൽ മതി, ക്ലാസ്സിൽ നിന്ന് പോവാണ്ട് അങ്ങനെല്ലാം പറയലുണ്ട്, സ്വാഭാവികമായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോ പ്രൈസുകളും പിന്നെ നമ്മളെ കുറിച്ചുള്ള ഇതെല്ലാം ന്യൂസെല്ലാം കേൾക്കുമ്പോൾ വീട്ടുകാർക്കെല്ലാം സന്തോഷം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതാണ് എൻ്റെ വഴി എന്ന് ഒരു ബോധ്യം വന്നത് എപ്പോഴായിരിക്കും? അങ്ങനെ ബോധ്യം വന്ന് പറയുമ്പോൾ ഇപ്പോൾ കോളേജ് തലത്തിൽ 4 കോളേജിലാണ് പഠിച്ചത്, 78 കോളേജിൽ പഠിച്ചത്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരം ഉണ്ടായി. അന്ന് അത്യാവശ്യം മറ്റ് ലളിതഗാനം, മാവൾപ്പാട്ട് അങ്ങനത്തെ അധികം പാടില്ല, നാടൻ പാട്ട് അപ്പം അങ്ങനെ അധികം പാടുന്നുണ്ടായില്ല. അങ്ങനെ കോളേജിൽ പോയിട്ടാകുമ്പോൾ പിന്നെ അവിടെ നാടൻ പാട്ട് ടീമുണ്ടായി. പിന്നെ അന്ന് തന്നെ ചെറിയ ചെറിയ എൻ്റെ ആദ്യത്തെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ചാനലിലേക്കാണ് ആദ്യം പരിപാടി ചെയ്ത്. 2011 ഓണപ്പൂവിളി എന്ന പരിപാടി കൈരളി ചാനലിൽ. അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു മീഡിയയിലേക്ക് ഒരു പരിപാടി ചെയ്ത്. അതാണ്. പിന്നെ കുറച്ചുകൂടെ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അതിൻ്റെ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്താണ് നാടൻ പാട്ടിൻ്റെ ഗവേഷണവും നാടൻ പാട്ടിൻ്റെ സാധ്യതകൾ. അതെ നമുക്കന്ന് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ കൂടുതൽ നാടൻ പാട്ടിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടായി. പിന്നെ ആ സമയത്ത് 2 വർഷം യൂണിവേഴ്സിറ്റി തലത്തിൽ 78 കോളേജിന് വേണ്ടി 1ാം സമ്മാനമായിട്ട് എനിക്ക് എൻ്റെ കൂടെ ടീമിന് നേടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് തന്നെ ഭയങ്കര നാടൻ പാട്ടിനെ കൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും എല്ലാം ശ്രമിക്കുന്നുണ്ടായി. പ്രശസ്തമായ ഏതെല്ലാം ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ഭാഗമായിട്ടുണ്ട്? പിന്നെ DD മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മളെ സിറ്റി ചാനലിലെ നിലക്ഷണം ചെറുത്തൂർ സിറ്റി ചാനലിൽ ഒരു പിന്നെ അവതാരകനായിട്ട് കുറച്ച് കാലം ഈ അവതാരകന്റെ റോളും. അതെ അതല്ല, ക്യാമ്പസുകളിലും പരിപാടി. ക്യാമ്പസിൽ പോയിട്ട് ചോദ്യം ചോദിക്കുക, അവരെ കൊണ്ട് പാട്ട് പാടിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടായി, കുറച്ചു കാലം ഉണ്ടായി. പിന്നെ ഫ്ലവേഴ്സ് ചാനൽ ചെയ്തിട്ടുണ്ട്. ജീവൻ ചാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശേഷം ഫ്ലവേഴ്സ് ചാനൽ ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഞാൻ അത്യാവശ്യം ഇങ്ങനെ കാണുമ്പോൾ കൊണ്ടുവന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പുറത്തെ ആൾക്കാർ വീഡിയോസ് എല്ലാം കാണുമ്പോൾ. ഏത് ട്രൂപ്പിൻ്റെ കൂട്ടത്തിലായിരുന്നു ആദ്യം പാടിയതെന്ന്, പ്രൊഫഷണലായിട്ട് പാടി തുടങ്ങിയെന്ന് ഓർമ്മ പങ്കുവെക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ജിഷ ടീച്ചറെ ടീമിൻ്റെ കൂടെ ആദ്യമായിട്ട് നാടൻ പാട്ട് വേദിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ജിഷ ടീച്ചർക്ക് ഒരു പിന്നെ നന്ദി അറിയിക്കണം, ഇത്രയും വലിയൊരു കലാകാരൻ നമുക്ക് സംഭാവന ചെയ്യാൻ തുടക്കം കുറിച്ച്. ടീച്ചർ ഞാൻ IT പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ഞാൻ IT ഇങ്ങനെ പാട്ടുകൾ പാടുമ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പിന്നെ നമ്മൾ ടീമൊക്കെ ഉണ്ട്, നാടൻപാട്ട് ടീം, പരിപാടിക്കും വരുന്നോ അങ്ങനെ ചോദിച്ചു. അങ്ങനെയാണ് ടീച്ചർ തന്നെ ആദ്യമായിട്ട് പരിപാടിക്ക് കൊണ്ടുപോകുന്നത്. അതെ. പിന്നീട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള വലിയ ട്രൂപ്പുകൾ, അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഞാൻ ഈ ഓരോ ഘട്ടങ്ങളായിട്ട് പറഞ്ഞല്ലോ. പിന്നെ ഷിംചറിൻ്റെ ടീമിൽ ഞാൻ പാടാൻ പോയി, പപ്പൻ മാതാമംഗലം അവരുടെ ടീമിൽ പാടാൻ പോയി. അവിടുന്ന് അതിന് ശേഷമാണ് പിന്നെ ഈ കൈരളി ചാനലിലേക്ക് ചെയ്ത് പരിപാടി. അവിടുന്ന് ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവിടുന്ന് അവരുടെ ടീമിലേക്ക് ക്ഷണിച്ചു തന്നെ, താവം ഗ്രാമവേദി സൗവർണ്ണ താക്കൂന്ന് അതിൽ ക്ഷണിച്ചു. അവിടുത്തെ പരിപാടി കണ്ടപ്പോൾ പിന്നെ നമ്മുടെ നല്ല പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അനിൽ പെരളം. അനിയേട്ടനോട് ടീമിലേക്ക് വിളിച്ചു. അവിടുന്ന് വേറെ ഒരു നന്മ പൈരു എന്ന് പറഞ്ഞ ടീമിൻ്റെ കുറച്ച് ആൾക്കാരെ പരിപാടി കണ്ടു. ആ ടീമൊന്നും ഇപ്പം ഇല്ല. ആ ആർട്ടിസ്റ്റുമാരൊക്കെ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഉണ്ട്. പണ്ട് മുതലുള്ള ബന്ധം എയർപോർട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരൊക്കെ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ അവരുടെ പരിപാടിക്ക് തന്നെ വിളിച്ചു. ആ പരിപാടി കണ്ടപ്പോൾ കണ്ണൂരിൽ നിന്ന് റംഷി പട്ടം എന്നുള്ള ഒരു താവം ഗ്രാമീണ പരിപാടിക്ക് വിളിച്ചു. പിന്നെ ടീമുകൾ എണ്ണമില്ല. ചിന്താ തിയേറ്റേഴ്സ് പരിപാടി ഉണ്ടായി കാങ്കോലി, അവരുടെ ടീം എല്ലാത്തിലും അങ്ങ് പോയി. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ടീമുണ്ട്. നമ്മുടെ മലബാറി എക്കോസാണ്. മലബാറിൻ്റെ ചരിത്രം, കലകളൊക്കെ പറയുന്ന ഒരു നാടൻപാട്ട് സമിതി. മലബാർ എക്കോസ് പ്രവർത്തിക്കുന്ന ആരെല്ലാം
അതിൻ്റെ ടീം ചിട്ടപ്പെടുത്തി ഞാൻ തന്നെ. മാത്രമല്ല എൻ്റെ എല്ലാ കലാകാരന്മാരും ആ ടീമിലുണ്ട്. പോസ്റ്ററിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങ സ്ഥലത്തേക്ക് ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ള ആർട്ടിസ്റ്റുകാരൊക്കെ അവർ വെച്ചിട്ട് ഞാൻ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യും. അപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അന്ന് വരുന്നു വേണ്ട കുറേ ബന്ധങ്ങളുണ്ട്. ഓരോ ആർട്ടിസ്റ്റിനെ ഞാൻ വിട്ടു നിർത്താതെ പിന്നെ ഓരോ സ്ഥലങ്ങൾ നോക്കിയിട്ട് അപ്പം തന്നെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് പരിപാടി ഡേറ്റ് കൊടുക്കും. അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് കൊണ്ടുവന്നു. അതിൽ അത്ര ബന്ധങ്ങളുണ്ട് ആർട്ടിസ്റ്റുമാരായിട്ട്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കലാകാരന്മാരും എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. അതെ അതെ. മാത്രമല്ല അവർ പറയും ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാർ പണ്ട് ഒരു ടീം ഉണ്ടാക്കിയാൽ ടീം സ്പ്ലിറ്റ് ആയി പോയി പിന്നെ അവർ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എന്തോ ദൈവം സഹായിച്ചു എനിക്ക് അങ്ങനത്തെ ഒരു പിന്നെ ഒരു എന്ത് പറയണ്ടേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇന്നും അതെ നല്ല സപ്പോർട്ട്. അന്ന് കൂടെയുള്ള ആൾക്കാരാണ് ഇന്ന് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. സുനി ആ പാട്ട് എടാ നീ ഈ പാട്ട് നോക്ക് കുറച്ചുകൂടെ ബെറ്റർ ഉണ്ടാവും. അങ്ങനെ അവർ സജഷൻ ചെയ്യും കുറേ പാട്ടുകളാണ്. അതായത് ഒരുപാട് കലാകാരന്മാരിൽ നിന്ന് ഒരുപാട് എനിക്ക് പഠിക്കാനും അവരെ കുറിച്ച് അറിയാനും അവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കേട്ടറിയാനും ഇതൊക്കെ എനിക്ക് ഒരുപാട് സാധിച്ചു. സ്റ്റേജ് പങ്കിടാൻ പറ്റിയ വലിയ കലാകാരന്മാർ ആരൊക്കെയാണ്? പ്രശസ്തരായവർ, സെലിബ്രിറ്റികൾ, അങ്ങനെയുള്ളവരെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? ആദ്യം തന്നെ നമുക്കറിയാം നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ എത്തുന്ന പേരാണ് കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു വേദി കൂടെ ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റി. മണിച്ചേട്ടൻ പാടുമ്പോൾ മണിച്ചേട്ടന് വേണ്ടി വ്രതം ബാക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. ആദ്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആദ്യം പാട്ടായിരുന്നില്ല, ഞാൻ ചെണ്ട തകില് ഇതെല്ലാം ആദ്യം. ആ സമയത്താണ് മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടപ്പോൾ ഞാൻ തകില് വായിക്കാൻ വേണ്ടി പോയതാ വേദിയിൽ മണിച്ചേട്ടൻ്റെ കൂടെ. അപ്പം അങ്ങനെ പങ്കിടാൻ പറ്റി. പിന്നെ വെച്ചാൽ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ണി മേനോൻ, ബിജു നാരായണൻ, പിന്നെ ഈ സിനി ആർട്ടിസ്റ്റായ സുരൈ ബഞ്ഞാർമൂട്, സാഗർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിനൂടെ. പിന്നെ നാടൻപാട്ടിൻ്റെ രാജകുമാരി പ്രസിദ്ധ ചാലക്കുടിയുടെ കൂടെ നമുക്ക് വേദി പങ്കിടാൻ പറ്റി. അതെ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അവർക്ക് ഭയങ്കര സപ്പോർട്ട്. കാസർഗോഡ് നിന്നൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ഭയങ്കര സപ്പോർട്ട്. അത് ഏറ്റവും കൂടുതൽ നാടൻപാട്ട് കലാകാരന്മാർ ഇതിനെക്കുറിച്ച് അത്രയും ആഴത്തിൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒരുപാട് കലാകാരന്മാരുള്ള മധ്യ കേരളത്തിലാണ്. നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ ഇല്ല. പിന്നെ തീരെ ഇല്ല എന്നല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഫോക്ലോർ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ സമയത്ത് നാടൻപാട്ട് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പിന്നെ മധ്യ കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ അവിടുത്തെ പാട്ടാണ് നമ്മൾ കേട്ടി പാടുന്നത്. ഇപ്പോൾ എല്ലാം റിസർച്ച് ചെയ്ത് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കുറേ പാട്ടുകൾ പിന്നെ നമ്മൾ ആ ജില്ലയിലേക്ക് പിന്നെ അടുത്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നമ്മളിവിടുത്തെ കാസർഗോഡ് ജില്ലയിൽ കുറേ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ ചെയ്തിട്ട് കാസറ്റിലൂടെയും പിന്നെ ഇങ്ങനെ മറ്റു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാട്ട് പാടി ഒരാളെ കേൾക്കുമല്ലോ. അപ്പം അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പാട്ടുകൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷം. നമ്മുടെ ജില്ലക്കും ഒരു വലിയൊരു കലാകാരനെ കിട്ടി. അതിന് സപ്പോർട്ട് ചെയ്ത വലിയ പിന്നെ നമ്മളെ വലിയ ആർട്ടിസ്റ്റുകളിലും നമ്മളെ നന്ദി അറിയിക്കുന്നു. തീർച്ചയായും. കേരളത്തിന് പുറത്ത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്? ഞാൻ കേരളത്തിനല്ലാതെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട്. ഡൽഹി, ബോംബെ, പഞ്ചാബ്, പിന്നെ ഒറീസ, പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, ഗോവ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം ഒരു കലാകാരനെ സംബന്ധിച്ചോളം ഈ നാടെല്ലാം കാണുക, അത് നന്ദി പറയേണ്ടത് നമ്മളെ എല്ലാ സംസ്ഥാനങ്ങളും മലയാളികളായിരുന്ന ആളുകളില്ല. അപ്പോൾ അടുത്ത മലയാളി സമയത്തിൻ്റെ ആൾക്കാർ നമ്മളെ പരിപാടിക്ക് വേണ്ടി വിളിക്കും, ബുക്ക് ചെയ്യും. അങ്ങനെ എല്ലാം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിലവും കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേക ഒരു നന്ദി നമ്മളെ എല്ലാ സംസ്ഥാനങ്ങളിലും മലയാളികളോട് പ്രത്യേകം നന്ദി പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ കലാജീവിതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പോവാനും എല്ലാ ആൾക്കാരെ കാണാനും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാനും എല്ലാം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ പിന്നെ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്? ദുബായിൽ ചെയ്തിട്ടുണ്ട്, ഷാർജ, റാസൽ ഖൈമ, പിന്നെ
ഒമാനിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പരിപാടി. അതെല്ലാം ഒരുപാട് എന്നെ ആദ്യമായിട്ട് വിദേശത്തെ പരിപാടി കൊണ്ടുവന്നത് നമ്മുടെ നാടൻ പാട്ടിൻ്റെ രാജകുമാരി പ്രസിദ്ധ ചാലക്കുടി കൊണ്ടുവന്നത്. അത് നമ്മുടെ കാസർഗോഡ് നിന്ന് എന്നോട് ഒരു സ്നേഹം കൊണ്ട് പിന്നെ അവർ എപ്പോൾ വന്നാലും കാസർഗോഡ് ജില്ലക്ക് പരിപാടി കാണും, കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ പരിപാടി ചെയ്യാൻ വന്നാൽ അവർ കൂടെ ഞാനുണ്ടാവും. ഉണ്ടാവും. ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. ഓണക്കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ പാട്ടിൻ്റെ രാജകുമാരൻ കലാമണി ചേട്ടനാണ്. അപ്പോൾ നമ്മളെ കലാമണി ചേട്ടനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നാടൻ പാട്ട് നമുക്ക് തീർച്ചയായും മണിച്ചേട്ടനെ ഒഴിച്ചുവിടാൻ പറ്റാത്ത നമുക്ക് ഒരു ഓണം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ട് മണിച്ചേട്ടൻ ഇല്ലാത്ത നമുക്കൊരു ഓണം പറ്റൂല. അതെ, നമുക്ക് തീരാൻ നഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പം മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം നമുക്ക്. ഇക്കൊല്ലം നമുക്ക് ഓണില്ലടി കുഞ്ഞേച്ചി, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടട്ടൻ നമുക്ക് കുടപ്പീറപ്പല്ലേ, കുട്ടട്ടനില്ലാത്തോരോണം വേണ്ട, തണ്ടും താടിയും പോയി ആളുമേലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞ് മുതുകും പോയി, ഇക്കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചി, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ. നാടൻ കലാരംഗത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തെ വാങ്ങിച്ച് സുനിൽക്കണ്ണന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, അംഗീകാരങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാം. നാടൻപാട്ട് മേഖലയിൽ പിന്നെ ഒന്ന് സ്കൂൾ തലത്തിൽ എനിക്ക് പ്രൈസുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 2 പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം കലാമണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡുണ്ട്, ഓടപ്പഴം പുരസ്കാരം, അത് ലഭിക്കുകയുണ്ടായി. പിന്നെ വയനാട് നാട്ടു സംസ്കൃതിയുടെ പേരിലൊരു പുരസ്കാരമുണ്ട്, അത് ലഭിച്ചു. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായി. അത് 1000 ആൾക്കാർ തുടി വായിച്ചുകൊണ്ടുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കൂടെ ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയത് കേരള സർക്കാരിൻ്റെ യുവ പ്രതിഭ പുരസ്കാരം, യുവ നാടൻപാട്ട് കലാകാരനുള്ള ഒരു പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതെ, സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മളെ സംബന്ധിച്ചോളം ഈ നമ്മളെ എന്താ പറയണ്ടേ, ഇങ്ങനെ നമ്മുടെ ഈ ചെറിയൊരു പന്നിത്തളം എന്നുള്ളൊരു ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പുറത്തേക്കെല്ലാം പോകുമ്പോൾ കുറച്ച് ആൾക്കാരിലിപ്പോൾ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അതെ, അത് ഈ നാടൻപാട്ട് മേഖലയിൽ വന്നതുകൊണ്ട് മാത്രം തന്നെയാണ്. അതെ, മാത്രം പിന്നെ അത്രയും സപ്പോർട്ട് ചെയ്യും നമ്മുടെ നാട്ടുകാരായെങ്കിലും. പെട്ടാൾ വട്ടക്കുന്ന് ടൗണിൽ ഇറങ്ങിയ അടുത്ത കച്ചവടക്കാരും വണ്ടിക്കാരും എല്ലാ സുഹൃത്തുക്കളും നല്ല സപ്പോർട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ചോദിച്ചറിയാറുണ്ട് എല്ലാവരും. അതുപോലെ ഞങ്ങൾക്ക് ഈ നമ്മുടെ ഈ നാട്ടുകാർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുനിൽക്കണ്ണൻ്റെ നാട്ടുകാരെന്ന് പറയുന്നതിന് വലിയൊരു അംഗീകാരം, ഒരു അഭിമാനമാണ്. പിന്നെ നമ്മുടെ നാടൻപാട്ടിന് പിന്നെ ഒരുപാട് പിന്നെ സംഭാവന നൽകിയ നാടൻപാട്ട് കലാകാരൻ സുനിൽക്കണ്ണൻ്റെ നാട്ടുകാരനായിട്ട് ജീവിക്കാൻ പറ്റുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നത്. ഓക്കെ. ഇക്കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും കേൾക്കാനിന്നി പാരാണ്, ചിലമ്പിട്ട് കളിക്കണ ഒരാളിന്നില്ലാട്ടോ, ഇക്കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും കേൾക്കാനിന്നി പാരാണ്, ചിലമ്പിട്ട് കളിക്കണ ഒരാളൊന്നില്ലാട്ടോ, മകരത്തിൻ കൊയ്ത്ത് കഴിഞ്ഞ അന്നോല്ല വെള്ളോല്ലാണ്ട് അണലും തെച്ചു നീക്കിയെടുക്കൽ പതിവാണ്, താലാലം പാട്ടും പാടിയിരുന്നിട്ട് ഇക്കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും പാടാനിന്നി പാരാണ്, ചിലമ്പിട്ട് കളിക്കണ ഒരാളൊന്നില്ലാട്ടോ. എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും സുനിൽക്കണ്ണൻ്റെ ഫാമിലിയെ കുറിച്ച്. അപ്പോൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വൈഫ്, അവരെ കുറിച്ചൊന്ന്. പിന്നെ അച്ഛന് അമ്മ,
പിന്നെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. രണ്ടെണ്ണം കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾ ചെറുപുഴ, ഒരാൾ കാഞ്ഞങ്ങാട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ച് കാസർഗോഡ് കുമ്പളായിരുന്നു. വൈഫ് അനുപമ ഇപ്പം നാട്ടിലില്ല, കുവൈത്തിൽ ജോലി ചെയ്യുന്നു. മോനുണ്ട് സൃജൻ, മംഗളാരം പഠിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും. അച്ഛൻ്റെ പേര് കുമാരൻ, അമ്മ ജാനകി. സന്തോഷം, സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്കൊരു പിന്നെ നാടൻ പാട്ടിലൂടെ നമുക്ക് ഈ ചെറിയൊരു സംഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മുടെ എൻ്റെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻ പാട്ടും കൂടെ പാടി നമുക്കിതോടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ കുറച്ച് പാട്ടുകൾ കോർത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ഒരു ചങ്ങല പോലെ ഒന്ന് പാടാം നമുക്ക്. ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. കാവാണ് നല്ല കാവാണേ, ചേലേഴും കരിനീലി പെണ്ണിൻ്റെ കാവാണേ, അന്തിനില രാമുറങ്ങും മുല്ലത്തറയിലെ ചേലാണ്, പൊന്നരിവാൾ കൊയ്തെരിയും വിത്തുമുറം കൊണ്ട പെണ്ണാണ്, പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, കാവാണേ നല്ല കാവാണേ, ചേലേഴും കരിനീലി പെണ്ണിൻ്റെ കാവാണേ, ആ ഏ ആ ഏ കരിമഷി കണ്ണല്ല പെണ്ണെ കണ്ടാലോ സുന്ദരിയല്ലേ, പരിഭവം മാറ്റൻ്റെ പെണ്ണെ മാടപ്പിറാവിൻ്റെ മഞ്ചുള്ള പെണ്ണെ, ഈ പാട്ടിലെന്നും എൻ്റെ നെഞ്ചിലെ താളമില്ലേ, എൻ്റെ മോഹത്തിൻ കൂട്ടിലായി കൊഞ്ചു കൂറുകുന്ന പുന്നാരപ്പൂങ്കുയിലേ, കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണെ നിന്നു ചീരിക്കല്ലേടി, നിന്നോട് എനിക്കെന്തോന്ന് തോന്നും നേടി, മുട്ടോളം മുടിയുള്ള പെണ്ണെ മുല്ലപ്പൂ നിറമുള്ള പെണ്ണെ, നിന്നോട് എനിക്കെന്തോന്ന് തോന്നും നേടി, താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് തന്തിന്നാനേ, ഉമ്പായിക്കുച്ചാണ്ട് എൻ്റെ പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ, വയറ് കത്തിയാല് എൻ്റെ കുടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണമാ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചിപ്പറയാറില്ലേ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചിപ്പറയാറില്ലേ. വളരെ സന്തോഷം. ഈ ഓണ ദിവസമായിട്ട് പിന്നെ കുറച്ച് നേരം സുനിൽക്കണ്ണനുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ അവസരം തന്നതിന് വലിയ സന്തോഷം. ഒരുപാട് സന്തോഷമാണ്. കാരണം ഇങ്ങനെ എന്നെ പോലെ ചെറിയ കലാകാരനെ ഇങ്ങനെ ജനങ്ങൾക്കിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മുടെ പാലങ്കി വ്ളോഗ്സിൻ്റെ പ്രിയപ്പെട്ട ജനീഷേട്ടനെ എൻ്റെ എല്ലാവിധ സ്നേഹവും ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് കലാകാരന്മാർ എന്നെ പോലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെല്ലാം ഇതിലൂടെ അവരെ കഴിവുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ പാലങ്കി വ്ളോഗ്സിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും കേൾക്കാനിന്നി പാരാണ്, ചിലമ്പിട്ട് കളിക്കണ ഒരാളിന്നില്ലാട്ടോ, ഇക്കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും കേൾക്കാനിന്നി പാരാണ്, ചിലമ്പിട്ട് കളിക്കണ ഒരാളൊന്നില്ലാട്ടോ, മകരത്തിൻ കൊയ്ത്ത് കഴിഞ്ഞ അന്നോല്ല വെള്ളോല്ലാണ്ട് അണലും തേച്ചു നീക്കിയെടുക്കൽ പതിവാണ്, താലാലം പാട്ടും പാടിയിരുന്നിട്ട്
ഇക്കൊല്ലം കാവില വേല മുറ്റത്ത് കളിക്കണ നേരം കാണാനും പാടാനിന്നി പാരാണ് ചിലമിട്ട് കളിക്കണ ഒരാളും ഇല്ലാട്ടോ.